എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറാട്ടുപുഴ തരംഗം മിഷൻ സെൻ്ററിലാണ്. അവിടെ ക്രൈസ്തവ ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും പുതിയ ദൃശ്യവിസ്മയത്തിന് വേദി ഒരുങ്ങുകയാണ്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സൺഡേ സ്കൂൾ സമാജം അതിൻ്റെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു പ്രോഗ്രാമാണ് സ്നേഹപഥം 2025. ഏതനിൽ നിന്നും കാലിക്കൂട് വരെ ഒരു യാത്ര. അതിൽ സ്കിറ്റ്, ഡാൻസ്, കോറിയോഗ്രാഫി ഇവയെല്ലാം കൂടെ ചേർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വലിയ മെഗാ ഷോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്രമീകരണങ്ങളൊക്കെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് വരാം. ഈ പ്രോഗ്രാമിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന പ്രൊഫസർ ഡോക്ടർ കോശി മത്തായി സാറ് നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം മനോജ്. ഭംഗിയായിട്ട് ദേവ്രവയാലെല്ലാം പുരോഗമിക്കുന്നു. നമ്മുടെ സ്റ്റേജുകളുടെ പണി ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. 3 സ്റ്റേജുകളിലായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുക. ഈ ആദ്യത്തെ 2 സ്റ്റേജുകൾ റോൾ പ്ലേക്ക് വേണ്ടി പൂർണ്ണമായും മാറ്റിവെച്ചിട്ടുള്ള സ്റ്റേജുകളാണ്. 3ാമത്തെ സ്റ്റേജ് ഗായക സംഘത്തിന് വേണ്ടിയുള്ള ഒരു സ്റ്റേജാണ്. അങ്ങനെ 3 സ്റ്റേജുകളിലായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. നമ്മുടെ 200ഓളം കുട്ടികളും അധ്യാപകരും പങ്കെടുക്കുന്ന ഈ പരിപാടിയുടെ ഒരു അവസാന ഘട്ടം, ഒരു പൂർണ്ണ റിഹേഴ്സൽ എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൻ്റെ പണികൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പശ്ചാത്തലത്തിൽ കാണാമല്ലോ, അത് സംഘാടനം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പൂർണ്ണമായും നമ്മുടെ ക്രിസ്മസിന്റെ സന്തോഷം പങ്കിടുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും എല്ലാവർക്കും പ്രവേശന സൗജന്യമാണ്. അല്ലല്ല, നമുക്ക് ക്രിസ്മസിന്റെ സന്തോഷം അങ്ങനെ നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ക്രിസ്മസ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഇതിന് പ്രവേശനവും എല്ലാവർക്കും തീർത്തും സൗജന്യമാണ്. അപ്പൊ നാളെ വൈകുന്നേരം പ്രാക്ടീസ് തുടങ്ങി. നമ്മുടെ എല്ലാ കുട്ടികളും പങ്കെടുക്കുന്ന എല്ലാവരും പരിശീലകരും എല്ലാം എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു 5000 പേരെയാണ് നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ പാർക്കിംഗ് സൗകര്യം നമുക്ക് ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ആറാട്ടുപുഴ ഓർത്തഡോക്സ് പള്ളിയുടെ സ്ഥലം അവരെ പൂർണ്ണമായും നമുക്ക് എല്ലാം അതിന്റെ ക്രമീകരണങ്ങളെല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. പാർക്കിംഗ് എല്ലാം അതെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. വോളണ്ടിയർമാരുണ്ട്. പിന്നെ സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രാർത്ഥനയോട് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതെ. ഭദ്രാസനത്തിന്റെ ഒരു പ്രോജക്റ്റാണ്. അഭിമന്യ യശസ്വരീയനായ നമ്മുടെ സക്രാസിരിമേനയുടെ ഒരു കാഴ്ചപ്പാട്, ദർശനമാണ് ഇങ്ങനെ ഒരു സെന്റർ ഇവിടെ രൂപം കൊള്ളാനുള്ള കാരണം. ഇന്ന് ഈ മധ്യ തിരുവിതാംകൂറിന്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷക കേന്ദ്രമായി ഉണ്ട്. വിവാഹങ്ങൾ അങ്ങനെ ഒത്തിരി പരിപാടികൾ നടക്കാറുണ്ട്. ഇന്ന് ജാതിമത ഭേദമന്യേ ആളുകൾ അവരുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒത്തുകൂടുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു വലിയ കേന്ദ്രമാണ്. ഇതിൻ്റെ ഒരു ആംബിയൻസ് തന്നെ നമുക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സന്തോഷം പങ്കിടാൻ ഈ ഒരു വേദി കിട്ടിയത് തന്നെ ഒത്തിരി നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്. പ്രവേശന സൗജന്യമാണ്. എല്ലാവരും നാളെ എത്തുക. കൃത്യം 6 മണിക്ക് അഭിമന്യ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി ഇത് ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രവേശന സൗജന്യമാണ്. നിങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അനുരാഗ് സൗണ്ട് സിസ്റ്റമാണ് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. 3 സ്റ്റേജുകളായിട്ടാണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 സ്റ്റേജുകളാണ് ഇവിടെ പരിപാടികൾ നടക്കുന്നത്. ഒന്ന് ഇത് മെയിൻ സ്റ്റേജ് ഇവിടെയാണ്. അതിനപ്പുറത്ത് വേറൊരു സ്റ്റേജ്, ഇനിയിപ്പം 3ാമത്തെ സ്റ്റേജ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശാലമായ ഒരു കോമ്പൗണ്ടാണിത്. ഏകദേശം 10,000 പേർക്ക് ഒരുമിച്ചിരുന്ന് പരിപാടി കാണത്തക്കവണ്ണമുള്ള ഒരു വലിയ ഒരു കോമ്പൗണ്ട്. നമ്മുടെ ചെങ്ങന്നൂരിനും ആറന്മുളയ്ക്കും ഇടയ്ക്കായിട്ടാണ് ആറാട്ടുപുഴ എന്ന് പറയുന്ന സ്ഥലം. ആറാട്ടുപുഴ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനം, മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ വലിയൊരു പ്രൊജക്റ്റാണ് ഈ ഒരു തരംഗം മിഷൻ സെന്റർ. നേരെ മുമ്പിൽ കാണുന്നത് മനോഹരമായ ഒരു ദേവാലയമാണ്. അവിടെ ഒരു ദേവാലയമുണ്ട്, പ്രാർത്ഥനാലയം എന്ന് തന്നെ പറയാം. പ്രാർത്ഥനാലയമാണ്. അവിടെ തപസ്യ എന്നാണ് അതിൻ്റെ പേര്. തൊട്ട് ഓപ്പോസിറ്റിലാണ് മാർ ക്രിസോസ്റ്റം പാലിയേറ്റീവ് സെൻറ്റർ. പാലിയേറ്റീവ് സെൻറ്റർ ഈയിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതും വളരെ വിജയകരമായി പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇവിടേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ആറാട്ടുപുഴ പാലം നോക്കിയാൽ മതി. അപ്പുറത്താണ് ബ്രിഡ്ജ്. ആറുണ്ട്. ആറ്റുതീരത്ത് മനോഹരമായ ഒരു ശില്പം ഒരുക്കിയിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരുക്കങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നേരെ കണ്ട് മനസ്സിലാക്കുകയാണ്. നാളത്തെ പരിപാടിയുടെ ആ ഒരു ആർച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. എൻട്രി വെൽക്കം ആർച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പണികളും പുരോഗമിക്കുകയാണ്. തകൃതിയായിട്ട് പണികൾ നടക്കുകയാണ്. ഇവിടെ നിരവധി വിവാഹങ്ങൾ, നിരവധി പ്രോഗ്രാംസ്, ഗെറ്റ് ടുഗദർ, ഗ്യാതറിങ്ങുകൾ, അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ, പ്രാർത്ഥനകൾ, കൺവെൻഷനുകളൊക്കെ നടക്കുന്ന ഒരു വലിയ സ്ഥലം തന്നെയാണ്. നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്.
എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തിയാൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ റൂംസ് അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഇവിടെ പ്രോഗ്രാം നടത്തി അല്ലെങ്കിൽ ക്യാമ്പുകൾ നടത്തുന്നവർക്ക് താമസിക്കുവാനുള്ള റൂംസ് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഭാഗ്യസ്മരണീയനായ സക്കറിയാസ് തിരുമേനിയുടെ വലിയൊരു ആഗ്രഹവും സ്വപ്നവുമായിരുന്നു. അതിവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ആ ഒരു നമുക്കിവിടെ കാണാം. അവരുടെ മ്യൂസിയം ഇവിടെ റെഡി ആയിരുന്നു. സക്കറിയാസ് തിരുമേനി ഉപയോഗിച്ചിരുന്ന അതിൻ്റെ ഒരു മ്യൂസിയമാണ് ഇവിടെ നമുക്ക് കാണാം. അവിടെ തിയോഫിലോസ് 25 ഇതൊക്കെ ഇവിടെ വന്നാൽ നമുക്ക് കാണുവാനും ഒക്കെയുള്ള ഒരു വലിയ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടർ സക്കറിയാസ് മാർ തിയോഫിലോസ് സഫറൻ മെത്രോപൊലിറ്റൻ, ഒരിക്കലായി മാത്രം നാം ഈ വഴി പോകുന്നു, പോയ വഴിയിൽ നറുമണം അവിശ്വസിക്കട്ടെ, നിന്റെ പാതയെ പോകുന്നവർ പതറാതെ പാതന്റെ ചോരയണുക. അപ്പോൾ ഇത് ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നതാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ക്രമീകരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സൗണ്ട് സിസ്റ്റം ആണല്ലോ ഏതൊരു പ്രോഗ്രാമിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൗണ്ട് ആൻഡ് ലൈറ്റ്. ആ സൗണ്ട് ആൻഡ് ലൈറ്റുകളുടെ ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്ത് പ്രാക്ടീസ് സെക്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നത്. അതിന് മുന്നേ നമുക്ക് തൊട്ടപ്പുറത്ത് പ്രാക്ടീസ് നടക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വിഷൻ. അപ്പോൾ ആൾക്കാർ കൂടുതലും വന്നാൽ കൂടുതൽ സമയം ഇരിക്കുവാനായിട്ട് ചെലവിടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ അവിടേക്ക് നമുക്കൊന്ന് കാണാം. കണ്ടോ, നല്ല മനോഹരമായ ഈ ഒരു സ്ഥലം. അടിപൊളി. അതും പെയിൻറ് ചെയ്ത് മനോഹരമാക്കുകയാണ്. പലപ്പോഴും പല ക്രിസ്മസ് പ്രോഗ്രാംസും ഇവിടെ നടക്കാറുണ്ട്. ഭദ്രാസനത്തിൻ്റെ ക്രിസ്മസ് പ്രോഗ്രാം, അങ്ങനെ മറ്റു ചില ഗ്രൂപ്പുകളുടെ ക്രിസ്മസ് പ്രോഗ്രാം, അതൊക്കെ നടക്കാറുണ്ട്. അത്ര മനോഹരമായിട്ടാണ്. സത്യമായി ഇതെന്തൊരു കാഴ്ചപ്പാടല്ല. ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്ത ഈ ഒരു സ്റ്റാച്യു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഇടാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല തൊട്ടപ്പുറത്ത് പമ്പയാറാണ്. പമ്പയാറിൻ്റെ തീരത്ത് മനോഹരമാക്കി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ശില്പം. ഞാൻ മുമ്പേ പറഞ്ഞ തപസ്യ എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനാലയമാണിത്. അതിനകത്ത് കയറിയാലും നമുക്ക് നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ വീണ്ടും നേരെ നമുക്ക് പ്രാക്ടീസ് സെക്ഷനിലേക്ക് കിടക്കാം. അവിടെ ഏതൊക്കെ രീതിയിലുള്ള പ്രാക്ടീസുകളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നാളത്തെ ഞങ്ങളുടെ പ്രോഗ്രാം ഏറെ മനോഹരമായി തീരുവാൻ അവിടുന്ന് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. എല്ലാവർക്കും ഒരുമിച്ച് കൂടി വരുവാനായിട്ട് ഇടയാകുന്നവരോ ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം നാളെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്രയും ദിവസം നിങ്ങൾ നിങ്ങളുടെ സമയവും ഊർജവും ഒക്കെ അതിനായിട്ട് ചെലവഴിച്ചതിൽ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നാളെ നമുക്ക് 6 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഇനി അതിനിടയിൽ നമുക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി നമ്മൾ എഫേർട്ട് ഇട്ട് നാളത്തെ നമ്മുടെ രാത്രി ഏറെ മനോഹരമാക്കുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടെ അതിനായിട്ട് നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് രാവിലെ നമ്മൾ നമ്മുടെ പ്രാക്ടീസ് ആരംഭിക്കുകയാണ്. ഇന്ന് പ്രാക്ടീസ് ആരംഭിച്ചാൽ ഇന്ന് രാത്രി 10 മണിക്ക് ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ ആരും ഇടയ്ക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വരില്ല. നിങ്ങൾക്ക് ഭക്ഷണവും താമസവും എല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പവുമില്ല. അതിൻ്റെ ഇടയ്ക്ക് പോകണമെന്നൊന്നും പറഞ്ഞ് ആരും വരണ്ട, ആരെയും വിടത്തില്ല. 10 മണിയാകാതെ ഇന്ന് നമ്മൾ ഇവിടെ ഇറങ്ങത്തില്ല. ഇനി 10 മണി കഴിഞ്ഞിട്ടും ഇവിടെ താമസിക്കണമെന്നുള്ളവർക്ക് ഇവിടെ സ്റ്റേയും ഒരുക്കിയിട്ടുണ്ട്. നാളെ കൃത്യം രാവിലെ 7:30 നമ്മുടെ ചാപ്പലിൽ ആരാധന ആരംഭിക്കും. 7:30 എല്ലാവരും ചാപ്പലിൽ വരണം. അത് കഴിഞ്ഞിട്ട് 8:30 നമ്മൾ നമ്മുടെ പ്രാക്ടീസ്. ബാക്കി കാര്യങ്ങൾ കോശി സാറും തിരുനിയ സാറും പറയും. അതുപോലെ നമ്മളെല്ലാവരും ഒരു കുടുംബമായിട്ട് കഴിഞ്ഞ 3 മാസക്കാലം അധ്വാനിക്കുകയാണ്. അതിന്റെ ഫലമാണ് നമ്മൾ നാളെ സ്റ്റേജിൽ കയറുന്നത്. ഒത്തിരി പ്രതിസന്ധികൾ നമുക്കുണ്ട്, എന്നാൽ ഒത്തിരി സാധ്യതകളുമുണ്ട്. ആ സാധ്യതകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രതിസന്ധികളെ നമുക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സോടെ ഇതിനകത്ത് സഹായിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, പനി, ജലദോഷം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ പറയണം. നമുക്കതിനുള്ളൊരു മെഡിസിൻ ഒക്കെ എടുക്കാം. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ പറയാം. പേപ്പറുകളിലെല്ലാം വന്നു. ഭദ്രാസനത്തിലെ മുഴുവൻ പള്ളികളിലും എല്ലാ വ്യക്തികളും വേറെ വന്നു. കൂടാതെ
കഴിഞ്ഞ 2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ഏകദേശം 20,000-ത്തിലധികം ആളുകൾ നമ്മുടെ പ്രോഗ്രാമിനെ പറ്റിയുള്ള വിവരം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ നമ്മുടെ പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മുടെ മുൻപിലിരിക്കുന്ന 10, 4,000, 5,000 ആളുകളല്ല കാണുന്നത്. പകരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 10,000-ത്തിലധികം ആളുകൾ ഒരേ സമയം നമ്മുടെ പരിപാടി കാണുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ, ചെറിയ പാളിച്ചകളെല്ലാം മറ്റുള്ളവർ ശ്രദ്ധിക്കും. നാളെ നമുക്ക് അടുത്ത ദിവസം അത് നോക്കിയിരുന്ന് ദൈവമേ കുറച്ചുകൂടെ നല്ലതാക്കാമായിരുന്നല്ലോ എന്ന ചിന്തയല്ല ഉണ്ടാകേണ്ടത്. ഇന്ന് തന്നെ ആ ചിന്ത ഉണ്ടാകണം. നാളെ ഏറ്റവും ഭംഗിയായിട്ട് നമുക്കത് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രക്ഷിതാക്കൾ ആരും ഇടയ്ക്ക് വന്ന് ചോദിക്കട്ടെ, സാറെ മോളെ ഒന്ന് കൊണ്ടുപോകട്ടെ. 10 മണിക്ക് ശേഷം മാത്രമേ ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. അധ്യാപകരും ആ ചോദ്യം ചോദിക്കരുത്. 10 മണിക്ക് ശേഷം മാത്രമേ പ്രസക്തിയുള്ളൂ. ബാക്കി സ്കിറ്റിനെ പറ്റിയുള്ള എന്ത് ചോദ്യങ്ങളും ചോദിക്കാൻ പറ്റുന്നത് കിരണ്യമാഷിനെ സംബന്ധിച്ചാണ്. കോറിയോഗ്രഫി സംബന്ധിച്ച് ഇപ്പൊ ഷിക്സൺ സാറും കാതറും ടീച്ചറും എത്തും, അവരോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് ആരംഭിക്കാം. കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട M4 ബ്ലോഗ് നമ്മുടെ മനോജിനെ പ്രത്യേകമായിട്ടുള്ള താങ്ക് യു. കേരളത്തിലെ ക്രൈസ്തവ കലാരംഗത്തെ മാർഗംകളി, പരിചമുട്ട്, കോൽക്കളി, അങ്ങനെ ആ മേഖലയിലൊക്കെ പ്രാവീണ്യം തെളിയിച്ച 2 കലാകാരികളും കലാകാരന്മാരും അല്ലേ. അതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്നത് കിരണ്യമാഷാണ്, അടൂര്. ഓക്കെ, അദ്ദേഹമാണ് അടൂർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രത്യേകിച്ച് കുട്ടികളുടെ നാടകരംഗത്തെ പ്രമുഖനായ ഒരു കലാകാരനാണ്. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഇന്നത്തെ സ്കിറ്റിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വരികയാണ്. നമ്മുടെ സ്നേഹത്തിന്റെ ക്രമീകരണങ്ങൾ ഏതാണ്ട് 90% റെഡി ആയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ഫൈനൽ റിഹേഴ്സലൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ പരിപാടികൾ വിജയിപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആവും. കുട്ടികളെല്ലാം തയ്യാറായിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ, ബാക്കി സജ്ജീകരണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് വഴിയിൽ കാണാം. കൊറിയോഗ്രാഫി ഞങ്ങൾ രണ്ടുപേരുമാണ് കൊറിയോഗ്രാഫി. എൻ്റെ പേര് ഷിൻസൺ എന്നാണ്. ഞങ്ങൾ രണ്ടും ഭാര്യയും ഭർത്താവുമാണ്. ഓക്കെ, അപ്പം പിള്ളേരെല്ലാവരും സെറ്റാണ്. ഇന്ന് ഫൈനൽ റൗണ്ട് റിഹേഴ്സലിന് വേണ്ടിയിട്ടെല്ലാം ഞങ്ങൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു. അതെ, ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു. പിള്ളേരാണെങ്കിലും ഈ പരീക്ഷയുടെയൊക്കെ സമയമായിരുന്നു, എങ്കിൽ പോലും പിള്ളേരെല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മളുമായിട്ട് സഹകരിക്കുകയുണ്ടായി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിബൂസ് എബ്രഹാം, കോഴഞ്ചേരി സെയിൻറ് തോമസ് കോളേജിൽ മലയാള വിഭാഗത്തിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചിമത്തയ്യ സാറിൻ്റെ ഒരു സ്നേഹപൂർണ്ണമായ ക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്നേഹവധം 2025 ഭാഗമായി മാറുന്നതിനും ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതിനും ഇടയായി മാറിയത്. പല മേഖലകളിലായിട്ടാണ് ഇതിൻ്റെ പ്രാക്ടീസ് നടന്നത്. കുറേ ദിവസങ്ങളിൽ ഇത്രയും ചെറുപ്പക്കാരുടെ ഒരു വലിയൊരു എഫേർട്ട്, താല്പര്യം, നിരന്തരമായ ഇടപെടലുകൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എഴുതാൻ ഏതാണ്ട് ഒരു 3 ആഴ്ചയോളം സമയമെടുത്തു. ഇതിൻ്റെ റിസർച്ചും വായനയും അന്വേഷണവും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആരും എഴുതാത്ത ഒരു തരത്തിലുള്ള സ്ക്രിപ്റ്റിലേക്കാണ് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കാരണം ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പുൽക്കൂട് ഉണ്ടാവണം. ഇതിനകത്ത് പുൽക്കൂട് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരാതെ നമ്മൾ സാധാരണ, എന്നാൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതിൻ്റെ ഒരു അവതരണം നടത്തിയത്. അതിന് കുറേ സമയങ്ങളെടുത്ത്, കുറേ ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എഴുത്ത് പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഹിരണ്യൻ സാറ് വന്ന് എൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുകയും അതിൻ്റെ രംഗപാഠം എഴുതുകയും ചെയ്ത് കഴിഞ്ഞതോടുകൂടി ഇതിൻ്റെ ഒരു പുതിയ മാനത്തിലൂടെ എത്തുന്നതിന് കഴിഞ്ഞു. പുതിയൊരു ദൃശ്യവിസ്മയത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ ഒരു ഇതിന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിച്ചവരാണ് ലിജോ കുറിയടം, അതുപോലെ തന്നെ ഷാജി. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടൊക്കെ പ്രവർത്തിച്ചത്. അപ്പോൾ ബാക്കി ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നു. ദൈവനാമത്തിന് സ്നേഹവന്ദനം അറിയിക്കട്ടെ. നാളത്തെ പ്രോഗ്രാമിൻ്റെ ക്രമീകരണമൊക്കെ ഇങ്ങനെ നടക്കുകയാണല്ലോ. ലൈറ്റ് ആൻഡ് സൗണ്ടിന് വേണ്ടി പ്രിയപ്പെട്ട അനിൽ ചേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട്. അനുരാഗ് സൗണ്ട്, മാരാമൺ കൺവെൻഷൻ മുതലായ വലിയ പരിപാടികളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള അനിൽ ചേട്ടനാണ് സൗണ്ട് എഞ്ചിനീയറായിട്ട് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരെ വലിയൊരു ടീം ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും മികച്ചമായിട്ടുള്ളൊരു നല്ല പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രോഗ്രാം നാളെ കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ടിന് വേണ്ടി റവറൻഡ് ബെന്നി ഈപ്പൻ മാത്യു. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, സീ യു.